വെൽക്കം ടു പഹൽഗാം. അങ്ങനെ നമ്മൾ പഹൽഗാമിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ ഒരു എനിക്കൊന്ന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ എന്തെങ്കിലും ചാർജ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അടുത്തുനിന്നൊരു 30 രൂപയുടെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് എന്തുവാണെന്ന് തോന്നുന്നു. നോക്കട്ടെ എന്ന് തോന്നുന്നു. ആ മുനിസിപ്പൽ കമ്മിറ്റി ഉണ്ട്, പഹൽഗാം മുനിസിപ്പൽ കമ്മിറ്റിയുടെ 40 രൂപ എൻട്രി ഫീസാണോ. ഇവിടെ ഒരു നല്ലൊരു റിവർ പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് ഒഴുകി പോകുന്നു. ഒത്തിരി ഒന്നുമില്ല, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനേ, ആ വെള്ളം ഒഴുകി പോകുന്ന കാണാനേ. ഇത് നീ കണ്ടായിരുന്നോ? നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടൽ മൗണ്ടെയിൻ പീക്സ്. നമ്മുടെ ഹോട്ടലിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള യാത്ര ചെയ്യാനാണ്. അത് ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. എങ്ങനെയാ പിന്നെ വേറെ നീ അവനോട് വരുന്നത് അതിരിക്കില്ലയോ? എൻ്റെ ധ്യാൻ അങ്ങനെ കയറാൻ പോവാണ്. ധ്യാനും എല്ലാവർക്കും ഓരോ കുതിര എടുത്തു നമ്മൾ. എൻ്റെ ജിത്തു അതിനകത്ത് കയറി ഇരിപ്പുണ്ട്. ധ്യാനം കയറാൻ പോവാണ്. എല്ലാവർക്കും ഓരോ ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ ഗീതു എനിക്ക് തണുക്കുമോ ഗീതു? ഞങ്ങളിപ്പം ധ്യാനം അതിനകത്തോട്ട് കയറ്റിയിരുത്തുവാണ്. ധ്യാനം കയറ്റിയിരുത്തി. ഇനിയിപ്പോൾ അടുത്ത ഞാനും ഗീതും കൂടെ കയറുവാണ്. കയറിയിട്ട് പോകുമ്പോൾ ഭയങ്കര ഒടുക്കത്തെ കാശാണ് ചോദിക്കുന്നത്. ഒരാൾക്ക് 3000 രൂപ വെച്ച് ചോദിച്ചു. 3000 വെച്ചപ്പം ഒരാൾക്ക് എത്രയാണ് ചോദിച്ചു? നീ കയറിക്കോ. അങ്ങനെ അടുത്തത് നമ്മുടെ ഗീതു കയറുവാണ്. ഗീതും കൂടെ അവിടെ അതിനകത്തോട്ട് കയറുവാണ്. ഗീതും കൂടെ കയറിയിട്ട് നമുക്ക് നോക്കാം. ഇനി ഒരു കുതിരയും കൂടെ വേണം നമുക്ക്. ഒരു കുതിരയും കൂടെ വേണം. അവൾ കാലൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്, പേടിയാന്ന് തോന്നുന്നു. ദൂസരക്ക് ഇത്രേ ഭായി. ഇപ്പം 3 കുതിരയുണ്ട്. ഇനി ഒരു കുതിരയും കൂടെ വേണം. വേണ്ട, ജിത്തു ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നു. ഞാൻ ഇത് പിടിച്ചോ. എന്താ ഗീതു കയറുന്നുണ്ട്. ജിത്തു ഇട്ടിരിക്കാതെ എനിക്ക് മാത്രം ഇതൊരു കുതിര വന്നിട്ടില്ല. കുതിരയോടെ നോക്കട്ടെ. ഇപ്പൊ സമയം എന്തോ ആയി? ശരി, ഇതായിട്ട് നോക്കണം. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇച്ചിരി പാടുള്ള പരിപാടി തന്നെ കേട്ടോ. കേട്ടാ ഗീതു ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഗീതുവിന് പേടിയാവും. ഞങ്ങളങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡ് ഗീതവും പിള്ളേരും ഒക്കെ ഉണ്ട്. ആദ്യം ഇച്ചിരി പാടായിട്ട് തോന്നിയാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വേണ്ട, ഗീതും ഒക്കെ വരുന്നുണ്ട് ബാക്കിൽ. ജിത്തുവേ ഇതാ പിടിക്കണേടാ മോനെ. അങ്ങനെ വരുവാണ്. ഞങ്ങൾ 4 കുതിര എടുത്തു കേട്ടോ. അതിനകത്ത് നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. ആദ്യം അവര് ഒരു കുതിരയ്ക്ക് 3000 രൂപ വെച്ച് റേറ്റ് പറഞ്ഞു. പക്ഷെ നമ്മൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയൊന്നും വേണ്ട, എൻ്റെ പകുതി മതിയെന്ന്. വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നമ്മുടെ അതിന് അവസാനം അവർ ഒരാൾക്ക് 1500 രൂപ വെച്ച് വാങ്ങിച്ചു. 6000 രൂപ ആയിട്ടുണ്ട് നമുക്ക് 4 കുതിരയ്ക്ക് വേണ്ടി. പക്ഷേ എന്തായാലും പോയി നോക്കാം. ഈ റൂട്ടൊക്കെ ഇച്ചിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്.
ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഗീതു കടന്ന് ബഹളം ഉണ്ടാക്കുക. നമ്മൾ കയറിപ്പോകുന്ന റൂട്ടാണ് കേട്ടോ. നല്ല തണുപ്പുമുണ്ട്. ഓരോരുത്തരെ കയറി പോയിട്ട് വരുക. 2-3 മണിക്കൂർ എടുക്കുമെന്ന് പറയാനായിട്ട് തിരിച്ചു വരാൻ. പോയി നോക്കാം. എന്തായാലും ഈ റൂട്ടിൽ കൂടെ നമുക്ക് നോർമലായിട്ട് നടന്നു പോകാൻ പറ്റത്തില്ല. കുതിരയ്ക്ക് വഴി അറിയാം. കുതിര വഴി കൂടെ കയറി അങ്ങ് പോവുക. ഇപ്പോൾ കാശ്മീർ വരെ, കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ വന്നിട്ട് നമ്മൾ ഇത്രയും ഇതിനകത്തൊക്കെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഇനി എന്നാ നോക്കാം. നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് താണ്ടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ നമ്മുടെ ജിത്തുവും ജാനും എല്ലാം ഉണ്ട്. ഇതൊരു ദുർഘടം പിടിച്ച വഴി തന്നെ കേട്ടോ. ഇതൊരു ദുർഘടം പിടിച്ച വഴി തന്നെ. ഈ മേളോട്ട് കുതിര കയറുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നിന്നു കൊടുക്കണം, അല്ലെ നമ്മളെ മൂക്കും കുത്തി വീഴും. പൊന്നമ്മച്ചിയേ എന്തൊക്കെയാലും. അയ്യോ ഇത് കണ്ടോ, ഇത് കണ്ടോ? ആ ബോഡി ബാക്കാ, ഇത് ബോഡി ബാക്കാ വേണം കേട്ടോ. ഇത് കണ്ടോ, ബാക്ക് ഗീതു ബാക്കിലോട്ട്. അയ്യോ ഇതൊരു വളരെ വളരെ ദുർഘടം പിടിച്ചൊരു വഴിയായിരുന്നു. ആ അഭി എന്റെ പൊന്നോ ഇതൊക്കെ കണ്ടോ. കുതിര പോവും, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് കൊടുത്താൽ മതി. പക്ഷെ യാത്ര കുറച്ച് ദുർഘടം പിടിച്ച യാത്രയാണ്. ആ ഫ്രണ്ട് ആ അമ്മച്ചി കണ്ടോ, കണ്ടോ ഇതാ പറയുന്നത് നമ്മളീ പോകുന്ന വഴി. നല്ലൊരു ഇത് നമ്മൾ പറയുന്ന പോലെ അല്ല, ഇച്ചിരി പേടിക്കും കേട്ടോ, ചെറുതായിട്ടൊന്ന് പേടിക്കും. കുതിര പോകുന്ന വഴി ഇച്ചിരി കഠിനം തന്നെ. ഇത് നീ ആവശ്യമില്ല പേടിക്കല്ലേ. ഈ അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ. നമ്മുടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ കുതിര ആ തോട് ആ ഒരു പുഴ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ അടുത്തുകൂടാ ഈ കുതിര പോകുന്നത്. അതിനോട് സൈഡിനോട് ചേർന്ന് ഇന്ന് അടുക്കൂടൊക്കെ വഴി ഉണ്ടായിട്ട് ഇത് കുതിര പോകുന്നില്ല. അങ്ങനെ നമ്മളെ കുതിര ഇപ്പം നമ്മളെ പേടിപ്പിക്കുന്നത്. പക്ഷെ കുതിര കയറി പോകുന്നുണ്ട്. കുതിര പക്ഷെ കയറി പോകുന്നുണ്ട്, നമുക്ക് പേടിക്കേണ്ട. കുതിര കയറി പോകുന്നുണ്ട്. ഈ സൈഡിലൂടെയൊക്കെ കുതിര പോകുമ്പോഴേ നമ്മൾ കുറച്ച് പേടിക്കും. ഇതുകൊണ്ട് എപ്പോഴും വേണ്ട സൈഡിലോട്ട് അടിപ്പിക്കുമോ. പക്ഷെ കുതിര കയറി പോകുന്നുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് നല്ല ഇതാണ്. ഗീതുവൊക്കെ ബാക്കിലുണ്ട്, ഗീതുവും പിള്ളേരും ഒക്കെ ബാക്കിലുണ്ട്. ധ്യാന പേടിയൊന്നുമില്ല. ഇപ്പം നമ്മൾ 2 സ്ഥലം കഴിഞ്ഞു. നമ്മൾ കാശ്മീർ വാലി കഴിഞ്ഞു. അത് ഞാൻ പിന്നെ അന്നേരം അവിടെ വെച്ചൊന്നും ഫോട്ടോസൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബെസ്റാം വാലി. മിനി സ്വിറ്റ്സർലൻഡ് ഏറ്റവും മേളിലാണെന്നാണ് പറഞ്ഞത്. ഇനി അതെന്തോ അത് പോയി നോക്കാം. അപ്പം നമ്മൾ താണ്ടേ ഇതിൻ്റെ നടുക്കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുഴ, ഒരു ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്നു. ആ വെള്ളം ഒഴുകുന്നതിൻ്റെ നടുക്കൂടാണ് ഈ കുതിരയ്ക്കകത്ത് കയറി പോകുന്നത്. ഭയങ്കര അഡ്വഞ്ചർ തന്നെ കേട്ടോ. നമ്മൾ ഇതുകൊണ്ടോ എന്ത് രസമുണ്ട്, രസമുണ്ട്. മനസ്സിൽ പേടിയുക. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുതിരയ്ക്ക് അറിയാം കറക്റ്റ് റൂട്ടൊക്കെ. കുതിരയ്ക്ക് സ്ഥിരം പോകുന്നതായതുകൊണ്ട് കുതിരയ്ക്ക് റൂട്ടൊക്കെ അറിയാം.
ഇവിടെ കുതിരയുടെ ആ റൂട്ടിൽ പോവുക. കുതിര വെള്ളം കുടിക്കുന്നു കേട്ടോ. ഇതൊക്കെ പേടിച്ചിരിക്കുവാണ് കേട്ടോ. ജിത്തുവിനെ ഇങ്ങോട്ട് നോക്കടാ. ജിത്തുവിന് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ടായിരുന്നോ? ഗീതു പേടിച്ചിരിക്കുവാണ്. പിന്നെ ഇത് കണ്ടോ, അതാ അയ്യോ. എന്തായാലും ഇപ്പോഴാണ് നമ്മൾ വന്ന ആ റൂട്ട് നിങ്ങൾ കാണാൻ നോക്കിയതുണ്ടോ. നടുക്കൂടെ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ നടുക്കൂടെ പുഴ ഒഴുകിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വന്നത്. ഇത് നമ്മുടെ ഇതുണ്ടോ, അടിപൊളി ഏരിയ ആണ്. ഞാൻ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണിച്ചു നിങ്ങൾക്ക്, അതും കൂടെ കാണണം. ഫ്രണ്ട് ഗംഭീരം ഇതുണ്ടോ. നമ്മൾ ഈ റൂട്ടാണ് മുകളിലോട്ടാണ് കയറി പോകുന്നത്. അതുകൊണ്ട് അതിലെ കുറേ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട് ഓൾറെഡി. നീ തിരിച്ച് ഈ റൂട്ട് തന്നെ ആണെന്നല്ലോ ഇറങ്ങുന്നത് അല്ലേ ഗീതു? അല്ല, ആടെ ബാക്ക് സൈഡിൽ കൂടെ ഗീതു, ധ്യാന്, ജിത്തു എല്ലാവരും വരുന്നുണ്ട്. ഈ കുതിര ആണെങ്കിൽ നല്ല റോഡിൽ പോകത്തില്ലല്ലോ ഈ കുതിര. കുതിര നല്ല റോഡിൽ കുതിര പോകുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഗീതുവും ജിത്തുവും ധ്യാനും ഒക്കെ ഉണ്ട്. ഏറ്റവും ബാക്കിലുണ്ട്. ഏറ്റവും ബാക്കി ഗീതുവാ. ധ്യാൻകുട്ടനെ എവിടാ മോനെ? ധ്യാൻകുട്ടന് ബാക്കിലുണ്ട്. ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്ന ഇതാണ് നമ്മുടെ പൈൻ ട്രീ എന്ന് പറയുന്നത്. ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്നത് ഇത് വെള്ളത്തിൽ എത്ര കിടന്നാലും ഈ തടിക്ക് യാതൊരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നത് അതാണ് ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്നത്. പൈൻ ട്രീ വെള്ളത്തിൽ എത്ര കിടന്നാലും തടിക്കും മറ്റ് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കറിയത്തില്ല, ഇവർ പറഞ്ഞതാണ്. കണ്ട് ഈ കാണുന്ന ട്രീ ഇതെല്ലാം പൈൻ ട്രീ ആണ് കേട്ടോ. ഈ ബാക്ക് സൈഡിൽ കാണുന്നത് ഇത് നമ്മൾ താണ്ടെ വന്നെത്തിയത് മിനി സ്വിറ്റ്സർലൻഡിലാണ്. ഇതാണ് മിനി സ്വിറ്റ്സർലൻഡ്. നമ്മുടെ മഞ്ഞുമല കണ്ടോ, മഞ്ഞുമല. നമ്മുടെ ബാക്ക് സൈഡിലെല്ലാം മഞ്ഞുമലകളാണ്. ഇതാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെ കയറി വരാൻ വേണ്ടിയാണ് നമ്മൾ കുതിരയുടെ പോണി റൈഡിന് വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ ഇരുന്നോ പോണി റൈഡിനകത്ത്. 1 മണിക്കൂർ എടുത്ത് അതിന് ഒരാൾക്ക് അവർ 3000 രൂപയാണ് ചോദിച്ചത്. നമ്മളാദ്യം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം 6500 രൂപ കൊടുക്കേണ്ടി വന്നു. ഒരാൾക്ക് 1500 രൂപയും പിന്നെ 6500 രൂപയ്ക്ക് സമ്മതിച്ചു. പക്ഷേ ഇച്ചിരി കൂടുതലായ റേറ്റാണെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, പുള്ളി ഫോട്ടോ എല്ലാം എടുത്തു തരും. അപ്പോൾ അതിനും പൈസ കൊടുക്കണം. സർവത്ര കാശിൻ്റെ കളിയാണ് ഇവിടെ. ഇങ്ങോട്ട് വന്ന് നമ്മുടെ അതിന് എക്സ്ട്രാ ആയിട്ട് ഇഷ്ടംപോലെ പൈസ നമ്മുടെ അതിന് ചിലവാകും. പിന്നെ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഇതൊന്നും ചിലവാക്കിയില്ലെങ്കിൽ അതും നമുക്കൊരു ചിലവാക്കല്ല, ഇതൊക്കെ എൻജോയ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കൊരു വലിയ മണ്ടത്തരമാകും. അതുകൊണ്ടാണ് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പുള്ളി നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് സോഫ്റ്റ് കോപ്പീസും ഒക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് ഇതാണ്ടേ ഒരു പയ്യൻ പോകുന്നുണ്ടോ. ഒരാൾക്ക് 350 രൂപയാണേ ഈ സിപ്പ് ലൈനിലും കൂടെ അത്രയും യാത്ര ചെയ്യുന്നതിന്. പിന്നെ രസമുണ്ട്. എൻ്റെ അമ്മ ആണ്ട മഞ്ഞ് ഉണ്ടോ, മഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇതെല്ലാം മഞ്ഞാണ്. തണുപ്പൊക്കെ വേണ്ടി തോന്നേ ഉണ്ടോ? നല്ല കിടിലൻ തണുപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ കാശ്മീരിൽ
ഡ്രസ്സ് ഉണ്ടല്ലോ അതിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അവർ അതിൻ്റെ കാശ്മീരി ഡ്രസ്സ് നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനൊരു നിശ്ചയ ചാർജ് എത്രയാണെന്ന് ചോദിക്കട്ടെ. എന്നിട്ട് അതിട്ടിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അതും അങ്ങനെ ഇവിടെ അതും അതിനൊരു ടീം തന്നെ ഉണ്ട്. ഇതിനെല്ലാം ഓരോ ടീം തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഏജൻറ്റ് മാതിരി അവർ നമ്മളെ വന്നിറങ്ങുമ്പോഴേ വിളിച്ചോണ്ടിങ്ങ് വന്നോളും. ക്യാമറ നോക്കരുത് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഈ വളരെ ദുർഘടം പിടിച്ചൊരു യാത്ര കഴിഞ്ഞ് താഴെ വന്നിട്ടുണ്ട്. ഭയങ്കര അപകടമായിരുന്നു കേട്ടോ. അവിടെ വെച്ച് നമ്മുടെ ഒരു മലയാളി ചേച്ചി ഗ്രൂപ്പായിട്ട് വന്ന ചേച്ചിയാണ്. കുതിരയുടെ മേളിൽ നിന്ന് 10 പറഞ്ഞ് താഴെ വീണു. ആ ചേച്ചിയുടെ മുഖത്തൊക്കെ എന്തോ പറ്റി, നീരൊക്കെ വന്നു. അങ്ങനെ ഒരു വളരെ വളരെ അപകടം പിടിച്ചൊരു യാത്രയായിരുന്നു. കുതിര കറക്റ്റ് വഴി പോവും, പക്ഷെ നമ്മൾ ഇതിനകത്തിരുന്ന് പേടിക്കും. കുതിര കറക്റ്റായിട്ട് പോവും. ഇപ്പം ഈ മലയുടെ മേളിക്കൂടൊക്കെ കുതിര പോകുന്ന വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ താഴെ ഭയങ്കര തോട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ തോടിനകത്ത് വീഴുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതല്ല GPS ഒക്കെ കടിപ്പിച്ച് വെച്ചേക്കുന്ന പോലെ കറക്റ്റായിട്ട് അത് പോകുന്നുണ്ട്. പക്ഷെ ഒരു ചേച്ചി പേടിച്ച് കുതിരയുടെ മേളിൽ നിന്ന് താഴെ വീണു. നല്ല സൂപ്പർ തണുപ്പ് വരും, ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. എന്തായാലും അങ്ങനെ ഞങ്ങൾ ആ പൂനെയുടെ റൈഡ് കഴിഞ്ഞ് ഇവിടെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ വന്നു. ഗീതു പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. അവസാനം ഗീതുവിനെ കൊണ്ടുപോയ നമ്മുടെ കുതിരയുടെ ആള് ഒത്തിരി സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവള് മുഖം കുത്തി താഴെ വീണേനെ. പിന്നെ ഞങ്ങൾ ഒരു ചേച്ചി ഞാൻ പറഞ്ഞില്ലേ മേളിൽ താഴെ വീണു. ആ ചേച്ചി പേടിച്ച് പോകാനാണ് കാര്യം. ഇറങ്ങാൻ നേരത്താണ് വീണു, വേറെ ഒന്നുമില്ല. ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങാൻ നേരത്ത് ചേച്ചി താഴോട്ടങ്ങ് വീണു. പിന്നെ ജിത്തുവും ധ്യാനും ജിത്തുവിന് ധ്യാനം പേടിയുണ്ടായിരുന്നോ? ജിത്തുവിനും എങ്ങനെ പേടിയില്ലായിരുന്നു? ധ്യാനക്കുട്ടനോ? ധ്യാനക്കുട്ടന് പേടിയുണ്ടായിരുന്നു. ധ്യാനക്കുട്ടനെ പേടി. പക്ഷെ എൻ്റെ കുതിര അത് തോടിൻ്റെ ആ താഴെ ഭയങ്കര തോട്, മേളിൽ ഇങ്ങനെ മല, ആ ഒരു കുത്തനെയുള്ള ചരിവ്. ആ ചരിവ് ഒന്ന് പറഞ്ഞാൽ തോട്ടിലോട്ടാണ് വീഴുന്നത്. പക്ഷെ അതിലെ കൂടെയാണ് വന്നത്. എങ്ങോട്ടായിരുന്നു പോയിട്ട്? തണുപ്പ് കാരണം അന്നോട്ട് കയറി വീട് തണുപ്പൊന്നുമില്ല. തിരിച്ചു വന്നപ്പോഴാണ് ഭയങ്കര തണുപ്പ്. നമ്മളാ മിനി സ്വിറ്റ്സർലാൻഡിൽ കയറി കയ്യിലും തണുപ്പ് എടുക്കാൻ വേണ്ട ഉറച്ചിരിക്കും. മഴയും കൂടെ പെയ്ത് അതിൻ്റെ കൂടെ അല്ലേ? എന്റെ മണ്ടക്കൂടെ മഴ പെയ്തതിന്റെ ഉറച്ചിരിക്കുക, കൈയൊക്കെ അനക്കാൻ വയ്യ. നമ്മ ഡ്രൈവറിനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. കൂടെ വന്ന ആള് നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും താഴെ എത്തി. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം റൂമിലോട്ടൊന്ന് പോകണം, ആഹാരം കഴിക്കണം. വെള്ളം കയറി ആഹാരം കഴിച്ചാൽ റൂമിലോട്ട് പോകണം. ഇനി നമുക്ക് ABC വാലി ഉണ്ട്. മറ്റേ വാലീസിൽ പോകുന്നതിനെ പറ്റി ഒന്ന് എപ്പോഴാണ് പോകുന്നതിനെ പറ്റി അതിനോട് തീരുമാനം എടുക്കണം. ഇപ്പോൾ ഒരു 2-3 മണിയായി. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ രാവിലെ പോകത്തുള്ളൂ. എന്നാലും ഇനിയിപ്പം റൂമിൽ ചെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഹോട്ടലിൻ്റെ പേര് മൗണ്ട് പീക്ക് എന്ന് അല്ലേ? മൗണ്ടൻ പീക്ക് എന്ന് പറയാമെന്ന് ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ലായിരുന്നു. മൗണ്ട് പീക്ക് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് നമുക്ക് വീഡിയോസൊക്കെ ഹോട്ടൽ റൂമിൻ്റെയും ഹോട്ടലിൻ്റെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയാണേ. ബായ്. ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ, നല്ലൊരു ഹോട്ടലാണ്. ഇവിടെയാണ് വന്നത്. നമ്മൾ വാങ്ങിച്ചത്
മട്ടൺ ബിരിയാണി, മട്ടൺ കറിയും റൈസും ആണ് വാങ്ങിച്ചത്. ഇവിടെ ഫേമസ് മട്ടൺ ആയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ബിരിയാണി, മട്ടൺ, റൈസും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം.